ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ NMMS സാറ്റ് കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിംബൽ ഓഫ് ദി എലമെന്റ് ആന്റിമണി. ആന്റിമണി എന്ന മൂലകത്തിന്റെ ചിഹ്നം ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസിൽ AG, AR, SB, SN. AG എന്ന് പറയുന്നത് ഏതിനെയായിരുന്നു സൂചിപ്പിക്കുന്നത്? AG സിൽവർ ആണല്ലേ. AR ആർഗൺ ആണ്. SN എന്ന് പറയുന്നത് ടിൻ ആണ്. അപ്പം SB എന്ന് പറയുന്നത് എന്താണ്? SB എന്ന് പറയുന്നത് ആന്റിമണി ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ആന്റിമണി എന്ന എലമെന്റിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ആണ് SB എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട്? ഈ താഴെ പറയുന്നതിൽ ഏതാണ് സംയുക്തം എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് കോമ്പൗണ്ട് എന്ന് നോക്കിയാലോ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ആർ സബ്സ്റ്റൻസസ് formed by the combination of two or more elements through chemical reaction. എന്താ പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻ വഴി രണ്ടോ അതിലധികമോ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. നമ്മുടെ ഓപ്ഷൻസിൽ ഏതൊക്കെയാ ഉള്ളത്? കാർബൺ, നൈട്രജൻ, അമോണിയ, ക്ലോറിൻ. നമുക്ക് ഈസി ആയിട്ട് പറയും അമോണിയ. അമോണിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? അമോണിയ എന്ന് പറയുന്നത് NH3 ആണല്ലേ. NH3 നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? അമോണിയയാണ് നമ്മുടെ ഓപ്ഷനിലെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 2 molecules ഓഫ് കെയിൻ ഷുഗർ വിത്ത് ദി മോളിക്കുലാർ ഫോർമുല C12H22O11. എന്താ ചോദിച്ചത്? 2 കരിമ്പിൻ തന്മാത്രകളിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. മോളിക്കുലാർ ഫോർമുല ഓഫ് കെയിൻ ഷുഗർ എന്താണ്? C12H22O11 ആണല്ലേ. അപ്പം നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 1 molecule ഓഫ് കെയിൻ ഷുഗർ എത്രയാണെന്ന് നോക്കാം. എത്രയാണ്? 1 molecule ഓഫ് കെയിൻ ഷുഗറിലെ ഓക്സിജൻ ആറ്റം എത്രയാ? 11 ഓക്സിജൻ ആണല്ലേ ഉള്ളത്. ഇനി നമുക്ക് 2 molecules ഓഫ് കെയിൻ ഷുഗറിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് നോക്കാം. എങ്ങനെയാ നോക്കേണ്ടത്? 2 × 11 കൊടുത്താൽ മതി അല്ലേ. നമ്മുടെ ആൻസർ എത്രയാണ്? 22. അപ്പോൾ 22 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്തനോൾ ആൻഡ് മെത്തനോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദെയർ മിക്സ്ചർ ബൈ. എന്താ? എത്തനോൾ, മെത്തനോൾ എന്നിവ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് സെൻട്രിഫ്യൂഗേഷൻ, സബ്ലിമേഷൻ, ഇവാപ്പറേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനമാണ്. എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ? മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ നമ്മൾ അവയെ വേർതിരിക്കാൻ അംശിക സ്വേദന എന്ന മാർഗമാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? ഇഫ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് കോമ്പണൻസ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസസ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് ടു ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് ദം. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താണ് ചോദിച്ചത്? എത്തനോൾ, മെത്തനോൾ അല്ലേ ചോദിച്ചത്. എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെത്തനോളിൻ്റെതോ 65 ഡിഗ്രി സെൽഷ്യസ്. ഈ എത്തനോൾ, മെത്തനോൾ എന്ന് പറയുന്നത് മിസിബിൾ ലിക്വിഡ്സ് ആണ്. അപ്പം ഇതിൻ്റെ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലമെന്റ് ദാറ്റ് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം കളർ. അതായത് നിറത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് പൊളോണിയം, ക്യൂരിയം, നെപ്റ്റ്യൂണിയം, ക്രോമിയം. പൊളോണിയം എന്ന് പറയുന്നത് പോളണ്ട് എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ക്യൂരിയം എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. മേരി ക്യൂരി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ക്യൂരിയം എന്ന് പറയുന്ന എലമെന്റ് വന്നത്. നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റിന്റെ, നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റിന്റെ പേരിൽ നിന്നാണ് വന്നത്. ക്രോമിയം എന്ന് പറയുന്നത് ക്രോം എന്ന് പറഞ്ഞ കളറിൽ നിന്നാണ് വന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ക്രോമിയം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ സിങ്ക് ഗ്രാന്യൂൾസ് ആർ ഡിസോൾവ്ഡ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സിങ്ക് തരികൾ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, Zn plus HCl to HCl gives ZnCl2 plus H2 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്?
ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദി ഫോർത്ത് ഓർബിറ്റൽ ഓഫ് ആൻ ആറ്റം? എന്താണ്, ഒരാറ്റത്തിന്റെ 4ാമത്തെ ഭ്രമണപഥത്തിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളും? ഓപ്ഷൻസ് 2, 18, 32, 50. എങ്ങനെയായിരുന്നു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെല്ല് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? 2n² ആണല്ലേ. 2n². n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഷെല്ലാണ് n എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഫോർത്ത് ഷെല്ലിലെ ഇലക്ട്രോൺ അല്ലേ ചോദിച്ചത്. അപ്പം 2 × 4² 2 × 4² എന്ന് പറയുന്നത് 32 ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 32 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആസിഡ് പ്രസന്റ് ഇൻ വിനെഗർ, അതായത് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചത്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. നമ്മുടെ ആൻസർ അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോഫിൽ, ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്നാണ് ചോദിച്ചത്. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഈസ് ഇമ്പാർട്ടഡ് ടു ഫ്ലെയിം ബൈ സോഡിയം കോമ്പൗണ്ട്സ്? സോഡിയം സംയുക്തം ഏത് നിറമാണ് ജ്വാലയിൽ നൽകുന്നതെന്നാണ് ചോദിച്ചത്. എന്താണ്, സോഡിയം കോമ്പൗണ്ട്സ് ഫ്ലെയിമിൽ തരുന്ന കളറ് യെല്ലോ കളറാണ്. ഏതാണ്? നമ്മുടെ ആൻസർ യെല്ലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഐസോബാർസ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഐസോബാർസ്? ഇനി പറയുന്നവയിൽ ഏതാണ് ഐസോബാറുകൾ എന്നാണ് ചോദിച്ചത്. അപ്പൊ ആദ്യം എന്താണ് ഐസോബാർ നോക്കിയാലോ. എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ള മൂലകങ്ങളെയാണ് നമ്മൾ ഐസോബാറുകൾ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഒരു എലമെന്റിനെ സൂചിപ്പിക്കുന്നത് എക്സ് എന്ന സിമ്പൽ വെച്ചിട്ടാണ്. ഇനി നമ്മളിവിടെ എക്സ് എന്ന സിമ്പൽ വെച്ചിട്ട് എലമെന്റിനെ സൂചിപ്പിച്ചു. അതിന്റെ മുകളിൽ എന്താണ്? എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ലെറ്ററും മാസ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. സെഡോ, സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഏതാ ഐസോബാർ? ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ആണല്ലേ. മാസ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? മുകളിൽ പറയുന്നത്. ഇവിടെ സെയിം മാസ് നമ്പർ ഏത് ഓപ്ഷനിലാണ് കാണുന്നത്? ഓപ്ഷൻ 4 ആണല്ലേ. ആർഗൺ പൊട്ടാസ്യം. ആർഗൺ 18, 40, പൊട്ടാസ്യത്തിന്റെ 19, 40. ഇവിടെ ആറ്റോമിക് മാസ് 40 ആണല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നോട്ട്സോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനലുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്